ഹായ് കിട്ട് ഹായ് കിട്ട് ഹായ് കിട്ട്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? എങ്ങനെയുണ്ട്? പൊളിയാണോ? എടാ പേടിയാണോ? എങ്ങനെയുണ്ട്? പൊളിയാണോ? ഓടാണ് ബീജമുട് ബീജമുട് ടാൻ 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 ടാൻ. മതി മതി നിർത്ത് നിന്റെ ഷോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈക്കേഴ്സ് യൂണിയൻ കേരള. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പറഞ്ഞ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫ്രണ്ടിലൊരു V3 കാര്യങ്ങൾ, മോഡിഫൈഡ് V3 എന്ന് വെച്ചാൽ വേറെ ലെവലായിട്ട് മോഡിഫൈഡ് ചെയ്ത V3 കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടിയെ ചെയ്ത ചെറിയ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വെറൈറ്റി വീഡിയോസും കാര്യങ്ങളും എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് തന്നെ നോട്ടിഫിക്കേഷനായി ഗൈസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ബീജമുട് ടാൻ 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 ടാൻ. മതി മതി നിർത്ത് നിന്റെ ഷോ. എന്നാ ഇതാ വണ്ടി അടുത്ത് നിന്ന് കണ്ടോ ഈ വണ്ടി? ഇതിന് എത്ര രൂപയാണെന്നറിയോ? എത്രയായിരിക്കും? എന്നാലും ചുമ്മാ അത് ഗസ്. അത്ര വരികയില്ല. 30,000 മ്യൂസിക്. ഇതിന്റെ ഇത്ര കിട്ടും. 30,000 എന്നാലും എത്ര കിട്ടും? എന്നാലും ഒന്ന് ഗസ്. 2 രൂപയില്ല, 2 ലക്ഷം രൂപയില്ല, അതിൽ താഴെയാ. 150,000 പൊക്കത്ത, 1,50,000 പൊക്കത്തില്ല, 50,000 പൊക്കത്തില്ല. തക്ക് വാ 180, 1,80,000. ഇത് 2-3 മാസം മുമ്പ്. ഇപ്പം കറക്റ്റ് വില അറിയാൻ പറ്റും. അങ്ങനെയാ ലോണാക്കുക, അത് ഇത് ലോണാക്കുക. എങ്ങനെയുണ്ട്? പൊളിയാണോ? എടാ പേടിയാണോ? എങ്ങനെയുണ്ട്? പൊളിയാണോ? ഓടാണ്. അപ്പോൾ ഗൈസ്, ഇത് ചെയ്ത ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതിനെ വന്നാൽ നമുക്ക് കാണുമ്പോൾ തന്നെ വെറൈറ്റി ലുക്കും കാര്യങ്ങളും തോന്നിക്കണം. ഇതിൻ്റെ ബബിൾ വൈസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബബിൾ വൈസറിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നേക്കണം. ഇതിൻ്റെ 750 രൂപയാണ്. ഇതിൻ്റെ ബബിൾ വൈസറിന് തന്നെ വന്നേക്കണം 750 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളും എത്രയാണ് നമുക്ക് ഓരോ ആക്സസറി ഷോപ്പിലും ചെല്ലണ പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ചാർജും കാര്യങ്ങൾ ഏകദേശം ഒരു 100-150 രൂപയ്ക്ക് ബൾബ് വൈസും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ലുക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ മിററാണ്. മിറർ എന്ന് വെച്ചാൽ വേറെ ലെവൽ മിററും കാര്യങ്ങളൊക്കെയാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഒരു LED ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്, 2 സൈഡിലും വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ V3 പോലത്തെ കിറ്റുള്ള വണ്ടികൾക്ക് ഈ സൈഡിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുമ്പോഴത്തേനും. അപ്പോൾ ഗൈസ്, ഫ്രണ്ടിൽ നോക്കണ ഒരാൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്ററും കാര്യം കറക്റ്റായിട്ട് കാണണമെന്നില്ല. ജസ്റ്റ് ഞാനൊന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേറെ ഇങ്ങനെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടികൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളും കിട്ടും. അതുപോലെ 2 സൈഡിലും അതുപോലത്തെയാണ്. ഇവിടെ ഈ സൈഡിലും അതുപോലത്തെ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റൈഡും കാര്യങ്ങളും പോകുമ്പോൾ
ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവിടെ മിററിൽ തന്നെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്ററിനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. നിങ്ങൾ കാണാമല്ലോ ഇവിടെ ഇതുപോലെ ചെറിയൊരു LED വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഒത്തിരി പേർക്ക് ഡൗട്ടാണ് ഇതിൻ്റെ വയറും കാര്യങ്ങളും ഏത് വഴിയാണ് പോകുന്നത്. കാര്യങ്ങളും പോകണമെന്ന് വെച്ചാൽ ഈ വഴിയാണ്. ജസ്റ്റ് ഈ വഴി ഇതുവഴി ഇങ്ങനെ വന്നിട്ടാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മിറർ എന്ന് വെച്ചാൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു മിററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ റേറ്റും ഈ മിററിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നാൽ എത്രയാണെന്ന് വെച്ചാൽ 1800 രണ്ട് മിററിനും കൂടെ വന്ന റേറ്റും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് ചാർജ് 200 രൂപയാണ് വരുന്നത്. അപ്പോൾ പല ഷോപ്പിലും 200-300 ഒക്കെ ആവും. പക്ഷേ നമ്മൾ ചെയ്ത ഷോപ്പിൽ 200 രൂപയാണ് റേറ്റും കാര്യങ്ങളും വന്നത്. അപ്പോൾ ടോട്ടൽ രണ്ട് മിററും കാര്യങ്ങളും സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വന്ന ഫണ്ട് എന്ന് വെച്ചാൽ 2000 രൂപയാണ് ഈ ടോട്ടൽ രണ്ട് മിററും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന തന്നെ ഫണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വെറൈറ്റി ലുക്ക് എന്ന് വെച്ചാൽ വെറൈറ്റി ലുക്കും കാരണം ഇതിൻ്റെ അണ്ടർബെല്ലിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മാറി ഒന്ന് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അണ്ടർബെല്ലി. അണ്ടർബെല്ലി എന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാൻ മേലാത്തവർ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് എക്സ്ട്രാ നമ്മൾ മേടിച്ച് വെക്കുന്ന ഐറ്റമാണ് അണ്ടർബെല്ലി എന്ന് പറയും. ഇതിൻ്റെ V3യുടെ സ്റ്റോക്ക് സാധനമല്ല, ഇത് നമ്മൾ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെക്കുന്ന കാര്യമാണ്. അപ്പം വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളും കുറവാണ്. പക്ഷേ എന്നാലും വണ്ടിക്ക് ഒരു വെറൈറ്റി ലുക്കും കാര്യങ്ങളും വരാൻ വേണ്ടിയാണ് നമ്മൾ അണ്ടർബെല്ലിയും കാര്യങ്ങളും സെറ്റ് ചെയ്യണത്. അപ്പോൾ അണ്ടർബെല്ലിയുടെ റേറ്റും കാര്യങ്ങളും എത്രയാണെന്ന് വെച്ചാൽ ഏകദേശം 2800 രൂപ കാര്യങ്ങളൊക്കെയാണ് അണ്ടർബെല്ലിക്ക് റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഒരിക്കലും ഇത് ആക്സസറി ഷോപ്പിൽ നിന്ന് മേടിക്കരുത്, നിങ്ങൾ ഓൺലൈനായിട്ട് മേടിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സസറി ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പം ഓൺലൈനിൻ്റെ അത് മേടിച്ചപ്പോൾ നമുക്ക് റേറ്റും കാര്യങ്ങളും വന്നതെന്ന് വെച്ചാൽ 2800 ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല, അതൊരു വേറെ ഒരു മഡ് കളറാണ്, ഒരു മണ്ണിൻ്റെ പോലത്തെ ഒരു കളറും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. അത് നമ്മൾ പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ ഇത് പൗഡർ കോട്ടിങ് പോലത്തെ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് വന്നത്. ചെറിയൊരു ഗ്ലിസറിങ് പോലെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു തിളക്കം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് പെയിൻറ്റിങ്ങിനും കാര്യങ്ങളും വന്നതെന്ന് വെച്ചാൽ 1000 രൂപയാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നത്. അണ്ടർബെല്ലിക്ക് 2800, അങ്ങനെ ടോട്ടൽ 3800 രൂപ, 4000 രൂപയാണ് ഫുൾ റേറ്റും കാര്യങ്ങളും വരുന്നത് ഇതിൻ്റെ അണ്ടർബെല്ലിക്ക്. നമ്മളിപ്പോൾ ആക്സറി ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഈ അണ്ടർബെല്ലിക്ക് ഒരു 3500 രൂപ തന്നെ അണ്ടർബെല്ലിക്കാവും. പിന്നെ നമ്മൾ പെയിൻറ്റ് അടിക്കുന്നതിന് 4500, അങ്ങനെ റേറ്റും കാര്യങ്ങളും കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കേസ് നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ 4 ഇൻഡിക്കേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഹസാർഡ് ലാബും കാര്യങ്ങളും, അതായത് 4 സൈഡ് ഇൻഡിക്കേറ്ററും ഒരുപോലെ തെളിയും. അപ്പോൾ അതിനൊരു ചെറിയൊരു റൂട്ടറും കാര്യങ്ങളും, റൂട്ടർ എന്ന് വെച്ചാൽ പല മൾട്ടി ആയിട്ട് ലൈറ്റും കാര്യങ്ങളും തെളിയാൻ വേണ്ടി നമ്മൾ റൂട്ടറും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 450 രൂപയാണ് റേറ്റും കാര്യങ്ങളും വരുന്നത്. അതിൻ്റെ ഒരു ലേബർ ചാർജ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 250 രൂപ 300 രൂപ ടോട്ടൽ വരും ലേബർ ചാർജും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 450 ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ടോട്ടൽ എങ്ങനെ വന്നാലും ഒരു 600-700 രൂപയ്ക്ക് ഈ 4 സൈഡ്, അതായത് ഹസാർഡ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ V3യിൽ എക്സ്ട്രാ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ആയിട്ട് സ്വിച്ചും കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കണം ഇവിടെയാണ്. ഇതാണ് ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളും. എന്നുവെച്ചാൽ ഒരു നല്ല മെറ്റീരിയലും കാര്യങ്ങളും. ഏകദേശം ഈ സ്വിച്ചിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നേക്കണമെന്ന് വെച്ചാൽ 200 രൂപയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നേക്കണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളും. അപ്പോൾ ഹസാർഡ് ലാമ്പ് എങ്ങനെയാണ്, അപ്പോൾ കേസ് ഇതിൻ്റെ ഹസാർഡ് ലാമ്പും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ ഇട്ട് കാണിക്കാം. കേസ് ഇതാണ് ഇതിൻ്റെ ഹസാർഡ് ലാമ്പും കാര്യങ്ങളും. കണ്ടല്ലോ, രണ്ട് സൈഡും ഒരുപോലെ തെളിയും. അപ്പോൾ ഇതിന് പല മൂഡുകളുണ്ട്. ജസ്റ്റ് നമുക്ക് മൂഡൊന്ന് മാറ്റി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കേട്ടോ, പല മൂഡും കാര്യങ്ങളൊക്കെയാണ്. പല മൂഡെന്ന് വെച്ചാൽ പല ടൈപ്പിൽ ഇത് ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ ഒരു ടൈപ്പ്, അങ്ങനെ ഒരു 10-12 ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവലാണ്, കാണാൻ തന്നെ വേറെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേസ് ഇതിൻ്റെ റിമ്മ വന്നേക്കണ ശരിക്കും സ്റ്റോക്ക് കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ് റിമ്മ വന്നേക്കണ കളർ. ഇതിപ്പോൾ സിൽവർ കളറും കാര്യങ്ങളാണ് കേട്ടത്. എന്നാൽ സിൽവർ കളറും കാര്യങ്ങളും പറ്റിയപ്പോൾ വണ്ടിക്ക് ഒരു വേറെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ആ കളറിങ് ആണ് വണ്ടി എറിച്ച് നിൽക്കുന്നത്, വേറെ ലെവലാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ വന്നേക്കണത് എത്രയാണെന്ന് വെച്ചാൽ 1500 കാര്യങ്ങളൊക്കെയാണ് റേറ്റും കാര്യങ്ങൾ വന്നത്. അപ്പോൾ കേസ് ഈ പെയിൻറ്റ് അടിച്ചതിന് തന്നെയാണ് 1500. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടയറും കാര്യങ്ങളും ഊരി റിമൂവ് ചെയ്തു, 2 ടയർ ഊരി റിമൂവ് ചെയ്തിട്ട് അവരെ ആ റിമ്മ് മാത്രം കൊടുക്കുക ചെയ്തേ. റിമ്മ് മാത്രം കൊടുത്താൽ പെയിൻറ്റ് അടിക്കുന്നതിനും തന്നെയാണ് 1500 റേറ്റും കാര്യങ്ങളും വന്നത്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തേക്കണം. ഇതിൻ്റെ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പറഞ്ഞാൽ ഇവിടെയാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും അല്ല, ഇതിപ്പോൾ വേറെ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചൊരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ 2 ലൈറ്റും കാര്യങ്ങളും, 2 ലൈറ്റിന് ജസ്റ്റ് നിങ്ങൾ കാണാം. പാർക്ക് ലൈറ്റ്, അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പാർക്ക് ലൈറ്റിനോടൊപ്പം തന്നെ ഇവിടെ റെഡ് ലൈറ്റും കാര്യങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ വണ്ടിയുടെ പാർക്ക് ലൈറ്റിനോടൊപ്പം തന്നെ തെളിയാനാണ് ഈ റെഡ് ബ്ലിങ്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേനും ഇതും ഇൻഡിക്കേറ്ററും തെളിയും. ഇതൊരു വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ, കാണുമ്പോൾ തന്നെ നല്ല ലുക്കും കാര്യങ്ങളും നമുക്ക് തോന്നിക്കും. കേസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ റേറ്റും കാര്യങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ ഈ 2 ഇൻഡിക്കേറ്ററും വന്നേക്കണം 550 രൂപയാണ് റേറ്റും കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ തന്നെ വന്നത്. പിന്നെ അതിൻ്റെ ലേബർ ചാർജ് ഏകദേശം 100 രൂപ റേറ്റും കാര്യങ്ങൾ ലേബർ ചാർജ് വന്നു. കേസിൻ്റെ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഒരു ഹലോജൻ ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. 2 സൈഡിലും ഹലോജൻ ലൈറ്റാണ് വരുന്നത്. അപ്പോൾ അതിനൊരു വെറൈറ്റിയും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഡ്യൂക്ക് 200ൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. 2 ഇൻഡിക്കേറ്ററിൻ്റെ ഏകദേശം റേറ്റും കാര്യങ്ങളും പറഞ്ഞു വെച്ചാൽ 600-700 രൂപയാണ് റേറ്റും കാര്യങ്ങളും വരുന്നതും. ഈ വണ്ടിനെക്കുറിച്ച്, ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ മച്ചാൻ്റെ, നമ്മുടെ വണ്ടിയും കാര്യങ്ങളും തന്ന മച്ചാൻ്റെ
ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് കയറി മച്ചാനൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. മച്ചാൻ എല്ലാ കാര്യത്തിനും റിപ്ലൈയും കാര്യങ്ങളും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മച്ചാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല മറക്കാതെ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വെറൈറ്റി വീഡിയോസും കാര്യങ്ങളും എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഗൈസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.